Hello everyone, welcome back. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെഡിക്കൽ കോഡിംഗ് ആൻഡ് ബില്ലിംഗ് ഇൻ്റർവ്യൂ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു കോമൺ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഇസ് വാട്ട് ആർ ദി എസെൻഷ്യൽ സ്കിൽസ് ഫോർ എ മെഡിക്കൽ കോഡർ എന്നുള്ളത്. സോ നമുക്കത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. So the first point is attention to detail, ensuring accuracy in coding to avoid billing errors and support proper patient care documentation. So every details ഒരു ഡോക്യുമെൻറ്റിലെ എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്ത് അത് കറക്റ്റായിട്ട് കോഡ് ചെയ്താൽ മാത്രമേ ബില്ലിംഗ് എറേഴ്സ് അവോയ്ഡ് ചെയ്യാനും അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള പേഷ്യൻറ്റ് കെയറും പ്രൊവൈഡ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. Second one is understanding of medical terminology, anatomy and physiology to accurately code diagnosis and procedures. A strong grasp of medical concept is necessary. So, എല്ലാവർക്കും മെഡിക്കൽ കോഡിംഗ് ആൻഡ് ബില്ലിംഗ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഡൗട്ടാണ്. ബിക്കോസ് മെഡിക്കൽ ടെർമിനോളജി, അനാട്ടമി, ഫിസിയോളജീനെയൊക്കെ ബേസ് ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള ഒരാൾക്ക് കറക്റ്റായിട്ടുള്ള ഡയഗ്നോസിസ് കോഡ് ചെയ്യാനും പ്രൊസീജിയേഴ്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും കോഡ് ചെയ്യാനും ഒക്കെ പറ്റുള്ളൂ. Third one, proficiency in ICD-10, CPT and HCPC coding standards. Mastery of this coding system is vital for assigning correct codes to diagnosis and treatments. So ICD-10, CM, CPT, HCPC ഒക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് കോഡിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്നത്. സോ ഈ കൺസെപ്റ്റുകളൊക്കെ പ്രോപ്പറായിട്ട് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഗൈഡ് ലൈൻസ് ഒക്കെ ഉണ്ട്. ഇതെല്ലാം പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യാനും പറ്റുന്ന ഒരാൾക്ക് മാത്രമേ പ്രോപ്പറായിട്ട് കോഡിംഗ് ചെയ്യാൻ പറ്റുള്ളൂ. ഫോർത്ത് വൺ ഇസ് അനലിറ്റിക്കൽ സ്കിൽസ്, ഇൻ്റർപ്രറ്റിംഗ് ആൻഡ് അനലൈസിങ് മെഡിക്കൽ റെക്കോർഡ്സ് ആൻഡ് ഫിസിഷ്യൻ നോട്ട്സ് ടു ഡിറ്റർമൈൻ അപ്രോപ്രിയേറ്റ് കോഡ്സ്. സോ പ്രോപ്പർ അനാലിസിസും ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് ദി മെഡിക്കൽ റെക്കോർഡ്സ് അതുപോലെ തന്നെ ഫിസിഷ്യൻ നോട്ട്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അപ്രോപ്രിയേറ്റ് കോഡ് ഏതാണ് വേണ്ടത് എന്ന് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. Fifth one, communication skills, engaging with healthcare professionals to clarify information or resolve discrepancies. So proper ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ ആവശ്യമാണ്. ജസ്റ്റ് ബിക്കോസ് ഇപ്പോൾ എന്തെങ്കിലും ഒരു എറർ ഫീൽ ചെയ്യുകയാണ് അല്ലെങ്കിൽ വൈൽ കോഡിങ് ഒരു കൺഫ്യൂഷൻ വരികയാണെങ്കിൽ അത് ആ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലായിട്ട് പ്രോപ്പർ കമ്മ്യൂണിക്കേഷനിലൂടെ മാത്രമേ നമുക്ക് ക്ലാരിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ക്ലാരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് കോഡിങ് ചെയ്യാൻ പറ്റുള്ളൂ. Sixth one, confidentiality and ethical conduct, upholding patient privacy and complying with health information privacy laws such as HIPAA. HIPAA rules എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ അറിഞ്ഞ് പ്രോപ്പറായിട്ട് പേഷ്യൻറ്റ് പ്രൈവസിയും അതുപോലെ ഹെൽത്ത് ഇൻഫർമേഷനുള്ള പ്രൈവസി ലോസൊക്കെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്യാനും അതുപോലെ തന്നെ എത്തിക്കലി വർക്ക് ചെയ്യാനും പറ്റുള്ളൂ. Seventh one is familiarity with insurance and billing procedures, understanding the insurance claims process to ensure accurate coding and claim submission. So നമുക്കൊരു പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം വിത്ത് ഇൻഷുറൻസ് ആൻഡ് ബില്ലിംഗ് പ്രൊസീജിയേഴ്സ്. ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് കോഡിംഗ് ഉറപ്പുവരുത്താൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ക്ലെയിം സബ്മിഷനും ആക്യുറേറ്റ് ആണ് എന്ന് ഉറപ്പുവരുത്തണമെങ്കിൽ ഈ കാര്യങ്ങളിലൊക്കെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം. Eighth one, adaptability to software and EHR systems, navigating electronic health records and medical billing software efficiently. So ഈ ഒരു സോഫ്റ്റ്വെയർ EHR സിസ്റ്റം ഒക്കെ ആയിട്ട് അഡാപ്റ്റബിൾ ആയിരിക്കുന്ന പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവണം. Ninth one, commitment to continuing education, staying updated with changes in coding standards, healthcare regulations and industry practices. നമുക്ക് എവറി ഇയർ അപ്ഡേഷൻസ് വരുന്നുണ്ട്. സോ അതിലെല്ലാം കറക്റ്റായിട്ട് അപ്ഡേറ്റഡ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യുക. അതായത് എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്യുക. വൺസ് സർട്ടിഫൈഡ് ആയി അല്ലെങ്കിൽ വൺസ് ജോബിന് സ്റ്റാർട്ട് ചെയ്തു എന്ന് വെച്ച് നമ്മൾ അവിടെ വെച്ച് എഡ്യൂക്കേഷൻ സ്റ്റോപ്പ് ചെയ്യരുത്. നമ്മൾ കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്യാതെ തന്നെ വേണം. ബിക്കോസ് ഈ കോഡിംഗ് സ്റ്റാൻഡേർഡ്സ്, ഹെൽത്ത് കെയർ റെഗുലേഷൻസ്, ഇൻഡസ്ട്രി പ്രാക്ടീസസ് ഒക്കെ ചേഞ്ചസ് വരുന്നതാണ്. സോ അതെല്ലാം അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക. Tenth one, time management and organization, balancing workload efficiently while maintaining accuracy and meeting deadlines. So time managementum organizationum ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ബിക്കോസ് ആ ഒരു വർക്ക് ലോഡിനെ എഫിഷ്യൻ്റ് ആയിട്ട് ബാലൻസ് ചെയ്യാനും അതുപോലെ തന്നെ എത്ര വർക്ക് ഉണ്ടെങ്കിലും നമ്മൾ ചെയ്യുന്ന വർക്കിൽ പ്രോപ്പറായിട്ട് കറക്റ്റ് ആക്യുറസിയിൽ പോകാനും അതുപോലെ തന്നെ ഡെഡ് ലൈനിനുള്ളിൽ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്യാനൊക്കെ ഒരു ടൈം മാനേജ്മെൻറ്റും ഓർഗനൈസേഷണൽ സ്കിൽസൊക്കെ ആവശ്യമാണ്.
So each of these skills contributes to the effectiveness and reliability of a medical coder in the healthcare industry. So ഒരു മെഡിക്കൽ കോഡർ എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത 10 പോയിൻറ്റ്സ് ഈ സ്കിൽസ് എല്ലാം അവരുടെ ഇഫക്റ്റീവ്നെസ്സിനും, അതായത് അവർ പ്രോപ്പറായിട്ടുള്ള ഒരു മെഡിക്കൽ കോഡറാണ്, എഫിഷ്യൻ്റ് ആണ് എന്നുള്ളതിനും അതുപോലെ തന്നെ അവർ റിലയബിൾ ആണ് എന്നുള്ളതിനും പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കോൺട്രിബ്യൂഷൻസ് എന്ന് പറയാം. Hope the video is helpful. Please do like, share and subscribe. Thank you.